തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ സിപിഐഎം നേതാവ് ജി സുധാകരനെതിരായ കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. ആലപ്പുഴ സൗത്ത് പോലീസിനാണ് നിർദ്ദേശം നൽകിയത്. ദേവൻ MP ചേരുന്നു. ദേവൻ, കടുപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? കഴിഞ്ഞ 16-ാം തീയതിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഈ തപാൽ വോട്ടിൽ തിരുത്തൽ നടത്തിയെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. അത് സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് സംബന്ധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജി സുധാകരനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നതും. ഇന്നലെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ മൊഴിയെടുപ്പ് അടക്കമുള്ള നടപടികൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ, ഈ വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേസിലെ മുഖ്യ ആരോപണനായിട്ടുള്ള ജി സുധാകരനെ അടക്കം ജി സുധാകരന്റെ ഒപ്പം തന്നെ അന്നത്തെ സ്ഥാനാർത്ഥിയായിട്ടിരുന്നുള്ള KV ദേവദാസ്, ഒപ്പം തന്നെ അന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മറ്റ് സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ കേസിന്റെ പുരോഗതിയിൽ ഒരു വേഗത കൈവരിക്കാൻ കൂടിയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ സൗത്ത് പോലീസിനും ഇതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ജി സുധാകരന്റെ അടക്കം മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നതും. അഖില, ശരി, സുധാകരനെതിരായ കേസിൽ അന്വേഷണത്തിന്റെ പുരോഗതി എന്തെന്ന് അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു ദേവൻ MP.